എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ നാടൻ കോഴീനെ തേങ്ങാപ്പാലിൽ ഉരുളക്കിഴങ്ങിട്ട് വേവിച്ച അമ്മച്ചിമാരുടെ പഴയ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിന് വേണ്ടത് കുറച്ച് ക്ലീൻ ചെയ്ത ചിക്കൻ, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ്, പിന്നെ കുരുമുളക്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരുന്ന ചിക്കൻ്റെ കളർ ഇതുപോലെ മാറും. കണ്ടോ, അതുപോലെ സൈഡിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തൊലി കളയാതെ മുറിച്ച ഉരുളക്കിഴങ്ങ് ഇത്തിരി വലുതായിട്ട് മുറിക്കണം. കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചതച്ച മസാലകൾ വേണം. ബാക്കിയുള്ളത് ആ സൈഡിലിരിക്കുന്ന കാര്യങ്ങൾ. ചുവന്നുള്ളി ചതച്ചത് വേണം. ഇത് ഇത്രയും ചതഞ്ഞാൽ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ ചതച്ച പെരുംജീരകവും പിന്നെ നമ്മുടെ കറിവേപ്പിലൂടെ പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി ചതച്ചത് ഇടുക. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയുടെ നല്ലൊരു മണം വന്നു കൊടുക്കും. അത്ര സമയം വരെ ഒരു 2-3 മിനിറ്റ് എടുക്കും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇടുക. ഈ വെളുത്തുള്ളി പണ്ട് കാലത്ത് ആൾക്കാർ ഉപയോഗിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഞങ്ങൾ മൂത്ത് നല്ല മണം വന്നു കൊടുക്കുമ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ചേർന്ന ചുവന്നുള്ളിയും കൂടി അതിനകത്തേക്ക് ഇടും. എന്നിട്ട് വീണ്ടും തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇനി ചുവന്നുള്ളി നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം. കുറച്ച് സമയം എടുക്കും, ഒരു 4-5 മിനിറ്റ് എടുക്കും. അത്ര സമയം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ. ഇനി നമുക്ക് 2 പച്ചമുളക് നടുവേ കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കിട്ടാനായിട്ട് നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി മാത്രമായാലും മതി, സവാള വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സവാളയും പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചുവന്നുള്ളി ഇടാതെ സവാള മാത്രം ഇടരുത്. ആ സവാള വേഗം വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കിംഗ് ടൈം ഒരു ഹാഫായിട്ട് കുറയ്ക്കും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ. അടുത്തത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മസാലകളിൽ എപ്പോഴും മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർക്കണം, പ്രത്യേകിച്ച് നാടൻ ചിക്കൻ കറിയിൽ. കാരണം മഞ്ഞൾ നന്നായിട്ട് വറുത്തെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പച്ചക്കുത്തലുണ്ടാവും. അടുത്തത് നമ്മൾ മല്ലിപ്പൊടി ഇട്ടു. അളവുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് അവിടെ പോയി നോക്കിക്കോ. ഞാനിവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ചില്ലി പൗഡർ ഇട്ടു, നമ്മുടെ മുളക് പൊടി. ഇവിടെ ഞാൻ എരിവ് കുറവും നന്നായിട്ട് കളർ കിട്ടാനും വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ നാടൻ മുളക് പൊടിയാണെങ്കിൽ അളവിലുള്ളതിൻ്റെ പകുതി ഇട്ടാൽ മതി. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി ഇതാ മുകളിലുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ നല്ല ഫ്ലേവറുള്ള മസാലയാണിത്. നമ്മൾ ആ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിനകത്ത് ഇട്ടു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തിരി സ്പീഡ് കുറച്ച് പതുക്കെ ഇളക്കി കൊടുക്കുക. മസാല ചിക്കനും മുഴുവൻ പിടിക്കണം. അത് കഴിഞ്ഞ് നമ്മളത് മൂടി വയ്ക്കും. നമുക്കിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് മൂടി വെച്ചു. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ചെറുതായിട്ടൊരു പണി കിട്ടി. രണ്ടാമത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മളൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. കണ്ടോ, 1 കപ്പ് വെള്ളവും ചിക്കനിലുണ്ടായിരുന്ന എക്സ്ട്രാ വെള്ളവും കൂടി ചിക്കൻ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. കണ്ടോ, 2ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം വറ്റിപ്പോയി വെള്ളത്തിൻ്റെ അത്ര ഉണ്ടാവും. ഗ്രേവി കുറച്ച് ലൂസായിരിക്കും. പക്ഷെ അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അറിയാലോ, അതിൽ ആ പൊട്ടാറ്റോ കിടപ്പുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങ് കിടപ്പുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുക്കായി വരുന്ന സമയം കൊണ്ട് വീണ്ടും അത് കുറച്ചുകൂടി കുറുതാവും. ഇതുപോലെ. ഇത് വീണ്ടും ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ നോക്ക്, ആ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി വെന്തു. നമുക്കിനി 1ാം പാൽ ഒഴിക്കേണ്ട സമയമായി. നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 1ാം പാൽ ഒഴിച്ച് ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏറ്റവും സിമ്മറിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ചൂടാകുമ്പോൾ തന്നെ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മുടെ അമ്മച്ചിമാർ ഉപയോഗിച്ച് തരുന്ന ടെക്നിക്ക് ഉണ്ട്. പണ്ട് കാലത്ത് നമ്മൾ നാട്ടിൽ കടുകൊന്നും ഉപയോഗിക്കില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. കടുക് നമ്മുടെ ഭക്ഷണമല്ല, കേരളത്തിലുള്ളവരുടെ ഭക്ഷണമല്ല. അപ്പോൾ നമുക്കിതിന് വേറൊരു വറവലുണ്ട്, അത് കാണാം. നമ്മൾ ചെറിയ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയാണ് നമ്മളിതിൽ വറുത്തിടുന്നത്. കറിവേപ്പിലയും ചുവന്നുള്ളിയും. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഗരം മസാലയും കൂടി നമ്മളിതിൽ ലാസ്റ്റ് ചേർക്കും. നന്നായിട്ട് ഉള്ളി മൊരിഞ്ഞ് വരണം. കറിവേപ്പില മൊരിഞ്ഞ് ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ ഉള്ളി ഇടാവുള്ളൂ. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഗരം മസാല ഒരു സ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു.
ഇനി ഇത് തിളയ്ക്കുന്ന അവസ്ഥയിൽ തന്നെ ഒട്ടും ചൂടാറാതെ നമ്മളെ കറിയിലേക്ക് ഒഴിക്കും. കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല സിറെന്നുള്ള ഒച്ച കേൾക്കും. അപ്പോൾ മറ്റേ കയ്യിൽ നമ്മുടെ ആ ലിഡ് റെഡി ആയിരിക്കണം. അതിൻ്റെ ഉണ്ടാകുന്ന ആവി ഉണ്ടല്ലോ, ആ മണത്തിൻ്റെ അരോമയുടെ ആവി പുറത്തു പോകരുത്. അപ്പം തന്നെ അടച്ചു വെക്കണം. അത് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി. അപ്പോൾ ഇനി ചൂടോടെ എടുത്ത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.